പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ സ്വദേശിയായിരുന്ന കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ടി കെ ശമുവൽ സാർ രചിച്ചതായ ഗാനമാണല്ലോ നാം ഇന്ന് രാവിലെ കേട്ടത്. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകല്ലേ കർത്താവേ എന്ന് തുടങ്ങുന്നതായ ഗാനം. ഇതിലെ വരികളെല്ലാം വളരെയധികം അർത്ഥവത്താണ്. 70കളിൽ താൻ എഴുതിയതാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയ കർഷകൻ കൂടെയായിരുന്നു. തൻ്റെ പിതാവ് ഒരു നല്ല കർഷകനായിരുന്നു. അതുകൊണ്ട് ആ ഗുണം അദ്ദേഹത്തിന് ലഭിച്ചു. കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ നന്നായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് നല്ല കർഷകനുള്ളതായ ഒരുപാട് അനുമോദനങ്ങളും അവാർഡുകളും അന്നത്തെ റബ്ബർ ബോർഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചതായി കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം റബ്ബറിന് ഇടവിളയായി ഈ സാധാരണയായി ചെയ്യാറുള്ളതായ ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയതായ കൃഷി വിഭവങ്ങൾ ധാരാളം കൃഷി ചെയ്തിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു കർഷകനായിട്ട് അദ്ദേഹം വിളങ്ങിയിരുന്നു. ഈ ഗാനം എഴുതാനിടയായതായ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ വിദൂരതയിൽ നിന്ന് ചില സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു യോഗത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ സഹോദരന്മാരുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൃഷി കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ സഹോദരന്മാരോട് താൻ ആ യോഗത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. ആ സഹോദരന്മാർ വളരെ നിരാശരായിട്ടാണ് മടങ്ങിപ്പോയത്. അവർ പോയതിനു ശേഷം അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിലേക്ക് പോയി. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് ചോദിച്ചു, നീ എന്നേക്കാൾ ഉപരിയായി നിൻ്റെ കൃഷിയാണോ സ്നേഹിക്കുന്നത്? ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ ഹേമിച്ചു. താൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ വരികളാണ്, കർത്താവേ, നിന്നേക്കാൾ ഉപരിയായി സ്നേഹിപ്പാൻ എൻ്റെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകല്ലേ എന്നുള്ളത്. അങ്ങനെയാണ് താൻ ഈ ഗാനം രചിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു നല്ല പ്രസംഗകനായിട്ട് മാറി. പല കൺവെൻഷനുകളും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വളരെ നല്ല വാഗ്മിയായിരുന്നു. വളരെ ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. അനേക ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിൽ പ്രസിദ്ധനായി തീർന്ന ടി കെ ശമുവൽ സാർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, കർത്താവെ, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് 70കളിൽ ക്രൈസ്തവ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുന്നവരായിരുന്നു. അവരൊക്കെ ഈ നിലയിൽ, കർത്താവെ, മറ്റൊന്നിലും ഞങ്ങൾ ശ്രദ്ധ തിരിക്കാതെ നിന്നേക്കാൾ സ്നേഹിപ്പാൻ മറ്റൊന്നിലും ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കുടുംബങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് കുടുംബങ്ങളൊക്കെ മാറിപ്പോയി എന്നുള്ളത് സ്പഷ്ടമായ ഒരു സംഗതിയാണ്. 70കളിൽ നിന്ന് 80കളിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ കുടുംബങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്നതായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മിക്ക കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അതോടൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും സാവധാനത്തിൽ പോകാനായിട്ട് തുടങ്ങി. അതോടെ കർത്താവിനേക്കാൾ ഉപരിയായി പണത്തെ സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വഴുതി വീഴുകയായിരുന്നു. പാട്ടും പ്രാർത്ഥനയും ഒക്കെ മാറിപ്പോയിട്ട് സാമ്പത്തിക ഉന്നമനത്തിൻ്റെതായ രീതികളിലേക്ക് മാറിയപ്പോൾ സമ്പത്തിനെ സ്നേഹിക്കുന്ന, പണത്തെ സ്നേഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു പോയി. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെയായി. നാം തിരുവെഴുത്തിൽ വായിക്കുന്ന ലോത്തിനെ പോലെ നീരോട്ടമുള്ളതായ സ്ഥലങ്ങൾ തേടിപ്പോകുവാനായിട്ട് ആരംഭിച്ചു. അതോടെ കർത്താവിനേക്കാൾ ഉപരിയായി പണത്തെയും മറ്റു പലതിനെയും സ്നേഹിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ കർത്താവിനെ തീർത്തും ഉപേക്ഷിച്ചു. മറ്റു പലതിനെയും ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര ഭയാനകമായ ഒരു സ്ഥിതിയാണിത്. 10-30 കൊല്ലങ്ങൾക്ക് മുൻപ് ഒന്നുമില്ലായ്മയുടെ ഒരു സമയത്ത് കർത്താവിനേക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും സ്നേഹിക്കാതെ മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിച്ചു വന്നിരുന്നതായ ഒരു കാലഘട്ടം. ആ സമയത്ത് മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ദൈവം അവർക്ക് ആവശ്യാനുസരണമുള്ള വരുമാന മാർഗങ്ങളെ നൽകി. എന്നാൽ പണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ക്രൈസ്തവ കുടുംബങ്ങൾ ദൈവത്തേക്കാൾ ഉപരിയായി പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി.
കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ ദൈവത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ അവിടെയുള്ളതായ മക്കളോ കൊച്ചുമക്കളോ ദൈവമില്ല എന്ന് വാദിക്കുന്നവരായി മാറിയിരിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി അവർ ശാസ്ത്രത്തെ സ്നേഹിക്കുന്നു. ദൈവവചനത്തെക്കാൾ ഉപരിയായി അവർ മറ്റു പലതിനെയും സ്നേഹിക്കുന്നു. വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഉപരിയായി അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ അവർ സംതൃപ്തി അടയുന്നു. ഒരു പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ. അങ്ങനെ അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലേക്ക് ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. പണം കണ്ടമാനം കയ്യിൽ വന്ന് കയറിയപ്പോൾ ആരാധനാലയത്തിൽ പോകുന്നതിന് പോലും താല്പര്യമില്ലാത്ത സമൂഹമായി മാറിയിരിക്കുന്നു. ഇനി ആരാധനാലയത്തിൽ പോയാലോ? ഞാൻ പല ചെറുപ്പക്കാരെയും കണ്ടു, ഒരു ബൈബിള് കയ്യിൽ പിടിക്കാനുള്ളതായ മനസ്സില്ലാത്തത് കൊണ്ട് ബൈബിളിന് പകരമായി ടാബുമായി ആരാധനയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെക്കാൾ ഉപരിയായി പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ലോത്ത് ശ്രദ്ധിച്ചതുപോലെ നീരോട്ടമുള്ളതായ സ്ഥലങ്ങൾ തേടിപ്പോയിട്ട് ദൈവത്തിൽ നിന്ന് വളരെയേറെ അകന്നുപോയതായ സമൂഹമായിട്ട് ക്രൈസ്തവ കുടുംബങ്ങൾ മാറിപ്പോയി. എത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യമാണിത്. ആത്മീയം ആഡംബരത്തിന് വഴിമാറുന്നതായ ഒരു കാഴ്ചയാണ് നാം ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയമെല്ലാം മാറിപ്പോയി ആഡംബരത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് ക്രൈസ്തവ കുടുംബങ്ങൾ എടുത്തെറിയപ്പെടുകയാണ്. മിക്ക വീടുകളിലും ചെന്നു കഴിഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഏറ്റവും മൂർധന്യതയാണ് നാം കാണുന്നത്. അവിടെ ആത്മീയതയുടെ ലെവലേശം പോലുമില്ല. ഈ സമയത്ത് നയമാൻ്റെ പിന്നാലെ പോയ ഗേഹസിയോട് എലീശ പ്രവാചകൻ ചോദിക്കുന്നതായ ഒരു ചോദ്യം വളരെയേറെ ശ്രദ്ധേയമാണ്. ചോദ്യം ഇതാണ്: ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നയമാൻ്റെ കുഷ്ഠം ഗേഹസിയുടെ മേൽ വന്നു. ഗേഹസിയുടെ കുടുംബത്തിന്മേൽ ആ കുഷ്ഠം വ്യാപരിച്ചു. പിതാക്കന്മാരുടെ കാലത്ത് ആത്മീയമായി ഏറ്റവും ഉന്നമനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ ആഡംബരത്തിൻ്റെ പിന്നാലെ പോയിട്ട് ദൈവത്തെ തള്ളിക്കളയുന്നുവെങ്കിൽ ഗേഹസിക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നയമാൻ്റെ കുഷ്ഠം ഇതാ ഗേഹസിയുടെ കുടുംബത്തെ പിടികൂടുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിൽക്കുവാൻ സാധ്യമല്ലാതെ ദൈവസന്നിധിയുടെ പുറത്തേക്ക് അവർ എടുത്തെറിയപ്പെടുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എത്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ദൈവസന്നിധിയിൽ നേരെ നിൽക്കുവാനായിട്ട് സാധിക്കും? ദൈവനാമത്തെ ഘോഷിപ്പാൻ, ഒന്ന് പാട്ടുപാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവിക ശുശ്രൂഷയുടെ മുൻപാകെ ഒന്ന് ചെല്ലുവാൻ എത്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗേഹസിയുടെ കുടുംബത്തിൻ്റെ മേൽ നയമാൻ്റെ കുഷ്ഠം പിടിപെട്ടതുപോലെ ആത്മീയമായ അന്ധത ബാധിച്ച കുടുംബങ്ങളുടെ മേൽ ആഡംബരത്തിൻ്റെ കുഷ്ഠം പിടികൂടിയിരിക്കുന്നു. എത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യമാണിത്. ദൈവം നമ്മുടെ കുടുംബങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളതായ സാമ്പത്തിക സമൃദ്ധിയെയോ സൗകര്യങ്ങളെയോ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെ ഒന്നും ഞാൻ എതിർത്തു പറയുന്നില്ല. പക്ഷേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ സമൃദ്ധിയുടെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ ദൈവനാമത്തെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് ഏറ്റവും വലിയ ആത്മീയ ദാരിദ്ര്യത്തിലേക്കും ശോഷണത്തിലേക്കും പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരണത്തിൽ ഒരു ചോദ്യം വളരെയേറെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി പടകും വലയും ഒക്കെ എടുത്ത് വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോയ പത്രോസിനെയും കൂടെയുള്ളവരെയും കർത്താവ് സന്ധിക്കുന്നതായ രംഗമാണ്. ഒരു കാലത്ത് ഉപേക്ഷിച്ചതായ ആ പടകും വലയും ഒക്കെ വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇതാ മീൻ പിടിക്കാനായിട്ട് പോയ പത്രോസും കൂടെയുള്ളവരും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇരുന്നതായ സന്ദർഭത്തിൽ കർത്താവ് അവരെ സന്ദർശിച്ചിട്ട് അവർക്ക് പ്രാതൽ നൽകിയതിന് ശേഷമായി കർത്താവ് ശീമോനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം 3 തവണ ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. 2 പ്രാവശ്യവും താൻ അലസമായി അതിന് മറുപടി പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നാൽ 3-ാം തവണ വീണ്ടും കർത്താവ് ശീമോനോട് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? ആ ചോദ്യം ശീമോൻ്റെ മനസ്സിൽ തറച്ചതായി നാം വായിക്കുന്നുണ്ട്.
ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, എന്നേക്കാൾ കൂടുതലായി നീ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? നമുക്കും ഇന്ന് രാവിലെ ദൈവദാസനായ ടി.കെ. ശമൂവേൽ സാറിനോട് ചേർന്ന് പറയുവാൻ സാധിക്കുമോ, കർത്താവേ, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ. ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെല്ലാം അവിടുന്ന് തന്നിട്ടുള്ളതാണ്. കർത്താവെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങളെ ഇത്രമാത്രം ഉയർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങളുടെ പിതാമഹന്മാരുടെ കാലം നോക്കുമ്പോൾ കർത്താവെ, ഒന്നുമില്ലായ്മയുടെ കാലഘട്ടമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നൽകി തന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ഞങ്ങൾക്ക് നൽകി തന്നു. കൊച്ചുമക്കളെ നൽകി തന്നു. കർത്താവെ, അവരെല്ലാം അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി നിൽക്കുന്നത് കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ട എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് പറയുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ. ആ പാട്ടിൻ്റെ ആദ്യത്തെ ചരണം ഒന്നുകൂടെ പാടിയിട്ട് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ. വർണ്ണിപ്പാൻ, വാഴ്ത്തുവാൻ, പാടുവാൻ, ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. വർണ്ണിപ്പാൻ, വാഴ്ത്തുവാൻ, പാടുവാൻ, ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ പിതാമഹന്മാരുടെ കാലത്ത് ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ഞങ്ങളെ സഹായിച്ച ദൈവം, അത്ഭുതകരമായ വഴികളെ തുറന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതാത് സമയത്ത് നൽകി തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിയ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചു. കർത്താവെ, സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നൽകിക്കൊടുത്തു. എന്നാൽ കാലക്രമത്തിൽ പല കുടുംബങ്ങളും കർത്താവെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കുഞ്ഞുങ്ങളുടെ കാലത്ത് ദൈവത്തെ സ്നേഹിക്കാതെ ലോകത്തെ സ്നേഹിക്കുന്ന പല കുടുംബങ്ങളും കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് ആധുനികതയുടെ പിന്നാലെ പോയിട്ടുണ്ട്. കർത്താവ്, എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുത്തേക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും സ്നേഹിപ്പാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ അവിടുത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിപ്പാനും ഭയപ്പെടാനും ദൈവത്തെ ആരാധിക്കുവാനും അവരെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയുള്ള നന്മകൾ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് ചിന്തിക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ കർത്താവേ. വസ്ത്രവും ഒലിവുതോട്ടവും ആടുമാടുകളും ദാസീദാസന്മാരെയും സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവേ അവിടുത്തെ നാമത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ ഉണ്മയായി ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ കൂടുതലായി സ്നേഹിപ്പാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ ഓരോരുത്തരുടെ മേൽ വയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് കർത്താവെ അവിടുത്തെ കരങ്ങളിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ മാത്രം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ അവരെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.